എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. നമ്മൾ സോളോപ്രനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുകയാണ്. ആരാണ് ഈ സോളോപ്രനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോളോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, ഓൺട്രപ്രണർ എന്ന് പറയുന്നത് സംരംഭകൻ. അപ്പോൾ ഒറ്റയ്ക്ക് സംരംഭം നടത്തുന്ന ആൾ, അല്ലെങ്കിൽ 2-3 എംപ്ലോയീസോ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരോ അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് സാധാരണ സോളോപ്രനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളോപ്രനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 2-3 പ്രധാന ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ന് ഏറ്റവും ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഒരു സോളോപ്രണറായിട്ടുള്ള ആൾ വിജയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള 10 കഴിവുകൾ അഥവാ 10 സ്കിൽസിനെ പറ്റിയാണ്. നമുക്കറിയാം, ഒരു സോളോപ്രണറായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും നമ്മുടെ ബാക്കിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ കഴിവ്, അവരുടെ എക്സ്പീരിയൻസ്, അവരിലുള്ള ടെക്നിക്കൽ നോളജ്, ചിലപ്പോൾ അവർ ഏത് വിഷയത്തിലാണോ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നത് അതിൽ ആ സബ്ജക്റ്റിലുള്ള അവരുടെ എക്സ്പെർട്ടൈസ്, ഇതൊക്കെ ആയിരിക്കും ഓരോ വ്യക്തികളെ തമ്മിൽ വ്യത്യസ്തരാക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ചിലപ്പോൾ പ്ലംബിംഗ് ജോലി ചെയ്യുന്ന ആൾ, ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ, ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ, ഇങ്ങനെ ഇഷ്ടം പോലെ സോളോപ്രണേഴ്സ് ഉണ്ട്. അവർ പണിയെടുത്താലേ അവരെ കാര്യങ്ങൾ നടക്കുള്ളൂ. അവരൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം എന്നില്ല, പക്ഷേ ഓരോ പ്രൊജക്റ്റ് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ അവരുടെ ഉയർച്ചയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന 10 പ്രധാന കാര്യങ്ങളിൽ ആദ്യത്തേത് ഡിസിപ്ലിനാണ്. കാരണം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ റിപ്പോർട്ടിംഗ് മാനേജറായിട്ടുള്ള ഹെഡ് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് എന്തായി, എവിടം വരെ എത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും ലൂപ്പ് ഹോളുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കറക്റ്റ് ചെയ്യപ്പെടും. പക്ഷേ ഒരു സോളോപ്രണർ ആവുമ്പോൾ നമ്മളെ ചോദ്യം ചെയ്യാൻ പ്രത്യേകിച്ച് ആരുമില്ല. നമ്മൾ തന്നെ നമ്മുടെ ബോസും നമ്മുടെ മാനേജറും ഒക്കെ. അപ്പോൾ ചിലപ്പോഴൊക്കെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, പിന്നെ ചെയ്യാം, നോക്കട്ടെ, പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയും TV കണ്ടും സിനിമ കണ്ടും കൂട്ടുകാരോട് നടന്നൊക്കെ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ സോളോപ്രണേഴ്സും മനസ്സിൽ കാണേണ്ടത് വേസ്റ്റഡ് ടൈം ഈക്വൽ ടു വേസ്റ്റഡ് പ്രൊഡക്ടിവിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും സമയം എന്ന് പറയുന്നത് വളരെ ഭംഗിയായി തന്നെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അനാവശ്യമായ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് വിജയിക്കണമെങ്കിൽ പ്രൊഡക്ടിവിറ്റി ശക്തമായിട്ട് തന്നെ ഉണ്ടാവണം. എങ്ങനെയാണ് ഈ സോളോപ്രണേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, ആദ്യത്തെ കാര്യം ഡിസിപ്ലിൻ സക്സസ്സിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം ടൈം മാനേജ്മെൻറ്റാണ്. ഈ ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ സമയത്തെ ഭംഗിയായി മാനേജ് ചെയ്യാൻ കൂടെ പറ്റണം. ടൈം മാനേജ്മെൻറ്റ് സ്കിൽ അത് നമ്മുടെ ഒരു വളർച്ചയിൽ, അല്ലെങ്കിൽ ഒരു സോളോപ്രണറിൻ്റെ വളർച്ചയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ടൈം, വീക്ക്ലി ടൈം, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്തുള്ള ടൈം ലൈൻ, ഇതൊക്കെ എങ്ങനെ കീപ്പപ്പ് ചെയ്ത് പോകണം. ഇവിടെയാണ് നമ്മൾ ചില ടൂളുകളൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ടത്. ഐസൻഹോവർ മാട്രിക്സ് എന്നൊക്കെ പറയുന്ന 4D ടൈം മാനേജ്മെൻറ്റ് മെത്തേഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും അർജൻറ്റും ആയിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് 4ആയിട്ട് നമ്മുടെ കാര്യങ്ങളെ തരംതിരിക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, പക്ഷെ അത്ര അർജൻ്റ് അല്ല എന്ന് വിചാരിക്കുക. അത്ര അർജൻ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു D ആണ്, ഡിസൈഡ്. എപ്പോൾ ചെയ്യാം എന്നുള്ളത് തീരുമാനിച്ചൊന്ന് വെച്ചാൽ മതി. നേരെ മറിച്ച് ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്, ഭയങ്കര അർജൻറ്റും ആണെങ്കിലോ D ഫോർ ഡു ആണ്, ഡു ഇറ്റ് നൗ. ഇനി ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര അർജൻറ്റാണ്, പക്ഷെ ഞാൻ തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇതാണ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന D. ഇനി ചിലത് ഇമ്പോർട്ടൻറ്റും അല്ല അർജൻറ്റും അല്ലാത്തതുകൊണ്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക. ഒരു പണിയില്ലാത്തപ്പോൾ മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെ സമയത്തേക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റിയ മെത്തേഡുകൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. മൂന്നാമത്തെ സ്കില്ലെന്ന് പറഞ്ഞാൽ ബിസിനസ് അക്യുമെൻ ആണ്. അക്യുമെൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വളരെ അറിവ്, കഴിവ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഷയത്തിലുള്ള പരിജ്ഞാനം. അപ്പം ബിസിനസ് അക്യുമെൻ എന്ന് പറയുമ്പോൾ ആ ബിസിനസ്സുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നോളജും കഴിവുകളും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഒരു സോളോപ്രണറിനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഒരു ബിസിനസ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഫൈനാൻസ്, അക്കൗണ്ടിങ്, ലോജിസ്റ്റിക്സ്, ബിസിനസ് മോഡൽ, പ്രോബ്ലം സോൾവിങ്, ക്രൈസിസ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, ടെക്നോളജി, പല വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരും. നമ്മുടെ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിനെ പറ്റിയുള്ള വ്യക്തമായ അറിവ്, കഴിവ്, അതിലുള്ള പരിജ്ഞാനം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിപ്പോൾ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഏത് വിഷയത്തെപ്പറ്റി വേണമെങ്കിലും ആധികാരികമായിട്ട് പഠിക്കാൻ. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ് അക്യുമെൻ ഡെവലപ്പ് ചെയ്യുക. നാലാമത്തെ സ്കില്ലെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സ്കില്ലാണ്. കാരണം ഒരു സോളോപ്രണറിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഇൻഫ്ലോയും ബിസിനസ് ഔട്ട്പുട്ടും ഒക്കെ ഒരേ സമയം ഉറപ്പുവരുത്തി പോകേണ്ട ആളാണ്. അപ്പോൾ ക്ലയൻറ്റ് സെർച്ച് നടത്താൻ പറ്റണം, നല്ല കോൺടാക്ട്സ് ഉണ്ടാവണം, സെല്ല് ചെയ്യാൻ പറ്റണം, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റണം, ഓരോ പ്രൊജക്റ്റ് എടുക്കണേക്കാൻ മുമ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി സ്വന്തമായി മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇവിടേക്കാണ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യേണ്ടതും ഡിജിറ്റലി നമ്മൾ സ്ട്രോങ്
ആവേണ്ടതും ഒക്കെ മാർക്കറ്റിംഗ് സ്കിൽസിൻ്റെ ഭാഗമാണ്. കസ്റ്റമർ ഇങ്ങോട്ട് വന്ന് നമ്മളെ അന്വേഷിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യപ്പെടണം. ഇനി അതിന് പ്രകാരം നമ്മൾ ചിലപ്പോൾ ഇമെയിലുകൾ പ്രോസ്പെക്റ്റീവ് ക്ലയൻസിന് അയക്കേണ്ടി വരും. നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ പ്രൊഫൈലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതുകൊണ്ട്, നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുകൊണ്ട്, നല്ല കസ്റ്റമേഴ്സ്, ഹാപ്പി ക്ലയൻസിൻ്റെ നിന്ന് ടെസ്റ്റിമോണിയലുകൾ, നമ്മളെ പറ്റിയുള്ള നല്ല വാക്കുകൾ, നല്ല വാചകങ്ങൾ വാങ്ങണം. ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നല്ല പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്ത് വിജയിച്ച കാര്യങ്ങളെ കേസ് സ്റ്റഡികളാക്കി ചിലപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ ആക്കി ഷെയർ ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ ചില ആർട്ടിക്കിളുകളോ ബ്ലോഗുകളൊക്കെ എഴുതേണ്ടി വരും. ഇതെല്ലാം ആസ് എ സോളോപ്രനർ നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന കാര്യമാണ്. ഇനി സെയിൽസ് ആൻഡ് നെഗോസിയേഷൻ സ്കില്ല്, കാരണം നമുക്ക് എന്തൊക്കെയായാലും വലിയ വലിയ മാനേജേഴ്സിനെയും വലിയ ടീമിനെ ഒന്നും ഇനീഷ്യലി വെക്കാൻ പറ്റിയ സമയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൽപ്പനയുടെ കാര്യത്തിലും നെഗോസിയേഷൻ്റെ കാര്യത്തിലും, അത് സപ്ലയറോടായിരിക്കും, കസ്റ്റമറോടായിരിക്കും, ചാനൽ പാർട്ട്നേഴ്സായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ, ഡീലറോടൊക്കെ ആയിരിക്കും. നെഗോസിയേഷനൊക്കെയുള്ള കഴിവുകൾ നമ്മൾ നന്നായി തന്നെ ഡെവലപ്പ് ചെയ്യണം. ഈ സമയത്ത് റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ ഫോക്കസ് ചെയ്യണം, ഹാർഡ് സെല്ലിങ്ങിലല്ല, റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യണം. നന്നായിട്ട് ആളുകളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ നിരന്തരം നമ്മുടെ വളർച്ച മേക്ക് ഷുവർ ചെയ്തുകൊണ്ട് തന്നെ പോകണം. കസ്റ്റമറുടെ നീഡുകൾ മനസ്സിലാക്കി പോകണം. ആറാമത്തെ കാര്യം റെസിലിയൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. കാരണം നമ്മളൊരു സോളോപ്രനറാണ്, വലിയൊരു പ്രസ്ഥാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. അതുപോലെ എന്ത് കാര്യങ്ങൾ പുതിയത് വരുമ്പോഴും അത് പെട്ടെന്ന് പഠിക്കാനും അതിനനുസരിച്ച് മാറാനും, അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ള മനോഭാവമല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവൊക്കെ ഇവിടെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ സമയത്ത് ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലുണ്ടാവേണ്ടത്, ഫെയിലിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സക്സസ്. പരാജയങ്ങൾ വന്നു എന്ന് വരാം. പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്നൊന്നും അർത്ഥമില്ല. അത് വിജയത്തിൻ്റെ ഒരു ഭാഗമാണ്. പരാജയങ്ങൾ ഏറ്റുവാങ്ങി തന്നെയായിരിക്കും നമ്മൾ വിജയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാനസികമായിട്ടും ഫ്ലെക്സിബിൾ ആവുക. ഏഴാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നന്നായിട്ട് ആളുകളുമായിട്ട് സംവേദിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഒരു സോളോപ്രനർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ക്ലിയർലി, പ്രൊഫഷണലി ആൻഡ് പൊളൈറ്റ്ലി, ഈ 3 കാര്യങ്ങൾ CPP ഓർക്കുക. ക്ലിയർലി, പ്രൊഫഷണലി, പൊളൈറ്റ്ലി. വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രൊഫഷണലായിട്ട് തന്നെ ആയിരിക്കണം സംസാരം. പൊളൈറ്റായിട്ട് സംസാരിക്കുക, മറ്റുള്ളവരെ ശ്രദ്ധിക്കുക. ലിസണിങ്ങും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അതും പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. 8 ക്ലയൻറ്റ് മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിനെ, നമ്മുടെ ക്ലയൻസിനെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യണം. അവരുമായിട്ടുള്ള മീറ്റിംഗ്, ഇപ്പോൾ നമ്മൾ ഇന്ന ആളുകളെ കണ്ട് എത്തി അവരുമായിട്ട് ബിസിനസ് ചെയ്താലായിരിക്കും ഗ്രോ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതിനൊരു ഫണൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഒരു എക്സൽ ഷീറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടേണ്ട കസ്റ്റമേഴ്സ്, അവരുടെ നെയിം, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ അഡ്രസ്സ്, ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുക. ഇവരായിട്ടുള്ള മീറ്റിങ്ങിൽ ചില നോട്ട്സുകൾ നോട്ട് ചെയ്യുക, ഫീഡ്ബാക്കുകൾ എടുക്കുക. അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താ ക്ലയൻറ്റിൻ്റെ, അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കറക്റ്റായിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ നല്ല കണക്ഷൻ ഡെവലപ്പ് ചെയ്യുക. അതൊക്കെയാണ് ക്ലയൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. എന്നിട്ട് ഓരോ കമ്മ്യൂണിക്കേഷനും റൈറ്റ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് അടുത്ത മീറ്റിങ്ങിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുക, അവരെ എങ്ങനെ നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അണ്ടർ പ്രോമിസും ഓവർ ഡെലിവറിയും ചെയ്യാൻ നോക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയണ്ട. നോർമൽ നമുക്ക് പറ്റുന്ന കാര്യം പ്രോമിസ് ചെയ്താൽ മതി, അതിന് മുകളിൽ ഡെലിവറി ചെയ്യാനും നോക്കുക. 9ാമത്തെ സ്കില്ലെന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. കാരണം ഒരു സോളോപ്രനറിനെ സംബന്ധിച്ച് വലിയ അക്കൗണ്ട്സ് ടീമിനെ ഒന്നും ബാക്കപ്പ് വെച്ച് ഇനീഷ്യലി പോകാൻ പറ്റില്ല. പക്ഷേ അക്കൗണ്ട്സിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. നമ്മുടെ ബില്ലുകളും ഇൻവോയ്സുകളൊക്കെ സ്കാൻഡ് കോപ്പികളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. കണക്കുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലും പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വയ്ക്കുക. അത് ചെക്കായിരിക്കും, നെറ്റ് ബാങ്കിങ് ആയിരിക്കും, ഗൂഗിൾ പേയോ PayTM പോലുള്ള സംവിധാനങ്ങളൊക്കെ വഴി കസ്റ്റമർക്ക് നമുക്ക് പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പുവരുത്തി വെച്ചേക്കുക. അഡ്വാൻസ് പേയ്മെൻറ്റുകളോ ഡൗൺ പേയ്മെൻറ്റുകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പോളിസികൾ ഉണ്ടാക്കി വയ്ക്കുക. അതുപോലെ തന്നെ എക്സ്പെൻസും ഇൻകം ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് പോവുക. വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും നല്ല സോഫ്റ്റ്വെയറുകൾ, ലൈക്ക് ടാലി പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കണക്കും കാര്യങ്ങളും പ്രോപ്പറായി തന്നെ കൊണ്ടുപോവുക. 10ാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു കഴിവാണ് നെറ്റ്വർക്കിംഗ് സ്കിൽ. നെറ്റ്വർക്ക് ഈസ് അവർ നെറ്റ്വർത്ത് എന്നാണ്. ഒരു സോളോപ്രനർ നാളെ ഒരു വലിയ ഓണ്ടർപ്രണറോ വലിയ പ്രസ്ഥാനം നടത്തുന്ന ആളായി മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മളുടെ ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന BNI പോലുള്ള, ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ പോലുള്ള മികച്ച പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുക. ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റുകളിൽ പങ്കെടുക്കുക. പലതരത്തിലുള്ള ഫ്രീലാൻസേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. കാണുന്ന ആളുകൾക്ക് കാർഡ്സ്, ബിസിനസ് കാർഡ്സോ അല്ലെങ്കിൽ ഡിജിറ്റൽ കാർഡോ ഷെയർ ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക. അവരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തി പോവുക. നമ്മൾ പറഞ്ഞ ഈ 10 സ്കില്ലുകളും ഒരു സോളോപ്രനർ എന്ന് പറയുന്ന ഒരു ചെറുകിട ബിസിനസ് ചെയ്യുന്ന, ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ വളർച്ചയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കഴിവുകൾ ഓരോന്നായി മനസ്സിലാക്കി അത് ഭംഗിയായിട്ട് ഉപയോഗിക്കുക. പലതും നമ്മൾ നന്നായി ചെയ്യുന്നുണ്ടാവും, ചില ഏരിയകളിൽ ഇമ്പ്രൂവ്മെൻറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും. നിങ്ങളുടെ പരിചയത്തിൽ ചെറിയ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സോളോപ്രനർ കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ദയവായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.